എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് പരീക്ഷ നാളെ നടക്കും. നാളെ മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്, എന്താണ് പ്രൊഫോർമ എന്ന് പറഞ്ഞ ആ ഒരു സാധനം, അത് ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്രൊഫോർമ എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ 3 പേജ് ഉണ്ടാകും. അതായത് ആദ്യത്തെ പേജ് അഡ്മിറ്റ് കാർഡാണ്, രണ്ടാമത്തെ പേജാണ് നിങ്ങൾ ഈ ഒരു പറയുന്ന പ്രൊഫോർമ എന്ന് പറയുന്നത്. അതായത് അതിൽ നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഫോർമ എന്ന് പറഞ്ഞ ആ ഒരു സാധനം. അപ്പോൾ അതിനുശേഷം 3-ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 പേജാണ് വിദ്യാർത്ഥികൾ എക്സാമിനേഷന് പോകുമ്പോൾ എടുക്കേണ്ടത്. അതായത് ആദ്യത്തെ ആ ഒരു പേജ് എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് എന്നുള്ളതും അതുപോലെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം എപ്പോഴാണ് എന്നുള്ളതും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത 2-ാമത്തെ പേജാണ് ഈ ഒരു പ്രൊഫോർമ എന്ന് പറഞ്ഞ ആ ഒരു സാധനം. അപ്പോൾ അതിൽ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് കാർഡ് ഫോട്ടോയുടെ മുകളിലായിട്ട് നിങ്ങളുടെ ഒപ്പും ഇൻവിജിലേറ്ററുടെ ഒപ്പും ഇടണം. അത് നിങ്ങൾ ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്നാണ്, അതായത് എക്സാമിൻ്റെ ആ ഒരു എക്സാം ഹാളിൽ നിന്നാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോവേണ്ട. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് പേജ്, അതായത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും ചെയ്യുക. അതിൽ സിഗ്നേച്ചർ ആ ഒരു എക്സാം ഹാളിൽ നിന്നാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2-ാമത്തെ പേജ് എന്ന് പറയുന്നത് പ്രൊഫോർമ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊഫോർമയിൽ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്ട്രാ ഒരു കോപ്പിയോ അല്ലെങ്കിൽ 2 കോപ്പിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും പ്രോബ്ലം ഇല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ID കാർഡ് കൂടി എടുക്കുക. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾ ഏത് കാർഡ്, അതായത് ഏത് ID കാർഡ് എടുത്തു കഴിഞ്ഞാലും ഒറിജിനൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പലരും ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ജസ്റ്റ് കയ്യിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട്, അതായത് ഈ ഒരു കയ്യിൽ കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ചിലപ്പോൾ വീട്ടിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ളവയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എക്സാമിനേഷന് പോകുമ്പോൾ എടുക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഉള്ള ഏത് ID കാർഡും ഉപയോഗിക്കാം. അതായത് പാസ്പോർട്ട് അതുപോലെ തന്നെ റേഷൻ കാർഡ് ഇതുപോലുള്ളവയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച +2 സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആധാർ കാർഡ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും പാൻ കാർഡും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കണം കൊണ്ടുപോവേണ്ടത്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കുക. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 2 അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ എടുക്കാം. അതായത് നിങ്ങളൊരു കുപ്പിവെള്ളം വാങ്ങിക്കുമ്പോൾ അതിൽ ആ ഒരു കമ്പനിയുടെ സ്റ്റിക്കർ ഉണ്ടാകും, അതൊക്കെ പറിച്ച് കളയണം. എന്നിട്ടാണ് ആ ഒരു വാട്ടർ ബോട്ടിൽ, അതായത് ആ ഒരു ബോട്ടിൽ എടുക്കേണ്ടത്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള ബോട്ടിൽ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സാനിറ്റൈസർ വേണമെങ്കിൽ സാനിറ്റൈസറിലെ ആ ഒരു സ്റ്റിക്കറൊക്കെ പറിച്ച ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PWD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്, അതായത് അംഗവൈകല്യമുള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റാണ് PWD സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഈ ഒരു PWD കാറ്റഗറിയിൽ ഉള്ളവർക്ക് സഹായി ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ആ ഒരു സഹായിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ഒന്നാമത്തേത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, രണ്ടാമത്തേത് പ്രൊഫോർമ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പമുള്ള 2-ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നതാണ് പ്രൊഫോർമ എന്ന് പറയുന്നത്. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 അഡീഷണൽ
പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഈ ഒരു സാനിറ്റൈസർ, അതുപോലെ തന്നെ നിങ്ങൾ PWD കാറ്റഗറിയിൽ ഉള്ളവരാണ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രൈബിൻ്റെ ആവശ്യമുള്ള, അതായത് സഹായിയുടെ ആവശ്യമുള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റുകളും കൊണ്ടുപോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾക്ക് ഈ ഒരു അഡീഷണലായിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറയുന്നത് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഡീഷണലായിട്ട് ആ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഈ ഒരു അഡീഷണലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാം ഹാളിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. ബാക്കിയൊക്കെ ഗേറ്റിന് പുറത്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ സൂക്ഷിച്ച് അതായത് രക്ഷിതാവിൻ്റെ കയ്യിലുള്ള ബാഗിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റ് പോലുള്ളവയും, അതുപോലെ തന്നെ ഫോൺ ഇതുപോലുള്ളവയൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിനുകളൊക്കെ നിങ്ങൾക്ക് ബാഗിൽ ആ ഒരു എക്സാം സെൻറ്റർ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ ഒരു എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു ഗേറ്റിനപ്പുറം രക്ഷിതാക്കളെ കയറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു ആവശ്യമായിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻ്റൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലീജിയൻ ആയിട്ട്, അതായത് നിങ്ങളിപ്പോൾ കന്യാസ്ത്രീയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക തരം യൂണിഫോം പോലുള്ള, അതായത് ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു എക്സാം സെൻറ്ററിൽ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചെക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1 മണിക്കൂർ മുമ്പ്, അതായത് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ടൈമിന് മുമ്പായിട്ട് എത്താനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് മെറ്റൽ ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കാതിരിക്കുക. അതായത് ഗോൾഡോ അല്ലെങ്കിൽ അതായത് കമ്മൽ പോലുള്ളവയൊക്കെ ഉപയോഗിക്കാതിരിക്കുക, അതായത് അത് കൊണ്ടുപോകാതിരിക്കുക. കാരണം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ ബാഗിൽ ഊരി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷൻ ആയിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോകാം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഇവിടെ നൽകിയിട്ടുള്ളത് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ അഡീഷണൽ ഫോട്ടോഗ്രാഫ്, അത് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു സെയിം ഫോട്ടോഗ്രാഫ് തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ അതായത് ഈ ഒരു ഡിക്ലറേഷൻ ചെയ്യണം. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോ നിങ്ങൾ അതിൽ പറഞ്ഞ ആ ഒരു ഭാഗത്ത് ഒട്ടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഈ ഒരു A4 സൈസ് A4 സൈസ് പേപ്പറിലായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതുപോലെ PWD സർട്ടിഫിക്കറ്റ് ആൻഡ് സ്ക്രൈബർ റിലേറ്റഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.